ഇപ്പോൾ ഏറ്റവും ഹൈപ്പിൽ ഓടിക്കൊണ്ടിരിക്കണ ആടുജീവിതം കാണാനാണ് നമ്മൾ ഇത്ര സ്റ്റൈലിൽ പോണത് കേട്ടോ. അപ്പോൾ ഞാനും ഹസ്ബൻഡും മോനും പിന്നെ എൻ്റെ ബ്രദറായിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ മാത്രമേ ഈ തിയേറ്ററിൽ ആദ്യം ഉണ്ടായതുള്ളൂ. പിന്നെ 3-4 പേര് വന്നപ്പോഴാണ് കുറച്ച് സമാധാനമായത്. അപ്പോൾ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടു. അതൊന്നും സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിലുണ്ടല്ലോ കുറച്ച് ബോറിംഗ് ആണ് പടം. എന്ന് വെച്ചാൽ കുറച്ച് സ്ലോ ആയിട്ടാണ് പടം നടക്കുന്നത് കേട്ടോ. പിന്നെ പൃഥ്വിരാജിൻ്റെ അഭിനയവും പിന്നെ അയാളുടെ കഷ്ടപ്പാടും നമ്മൾ മലയാളികൾക്ക് മാത്രമേ അറിയണ്ടാവുള്ളൂ. പുറത്തൊരു ആൾ സിനിമ കാണുമ്പോൾ ആൾക്ക് ഇങ്ങനെ ഭയങ്കര ഇമ്പ്രസ് ചെയ്യണ കഥയും കാര്യങ്ങളൊന്നും ഇല്ല അതിൽ. ശരിക്കും അവരുടെ അവിടെ പോണതും സർവൈവ് ചെയ്യുന്ന ഒരു സ്റ്റോറി മാത്രമാണ് ആ സിനിമ. അങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടമാവുള്ളൂ. ഞാൻ കുറച്ച് കൂടുതൽ എക്സ്പെക്ടേഷനിൽ പോയ കാരണം എനിക്ക് ഇഷ്ടപ്പെടാതെ പോലെ തോന്നിയത് കേട്ടോ. പിന്നെ എൻ്റെ ഈ പുത്രനുണ്ടല്ലോ, അവൻ മുഴുവൻ സിനിമയിൽ ചോദിക്കുന്നത് ഇതുവരെ പൃഥ്വിരാജ് വന്നില്ല. അവൻ ആ തടി വെച്ച പൃഥ്വിരാജിനും മനസ്സിലായില്ല, തടി ഇല്ലാത്ത പൃഥ്വിരാജിനും മനസ്സിലായില്ല. അതാണ് ആളുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. അതായത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു നടനെ നോർമലായിട്ടുള്ള നിങ്ങൾക്ക് നടനെ കാണാനേ പറ്റില്ല കേട്ടോ ഈ സിനിമയിൽ.